ഇറാൻ യുദ്ധത്തിൽ തുടക്കം മുതൽ പറഞ്ഞു കേട്ടതാണ് അവരുടെ മിസൈൽ സിറ്റിയുടെ കഥകൾ. ഇന്നിപ്പോൾ യുദ്ധം ഏതാണ്ട് ഒരു മാസത്തോളം അടുക്കാൻ പോവുകയാണ്. അതിനിടയിൽ എന്താണ് ഇറാൻ്റെ മിസൈൽ സിറ്റികൾക്ക് സംഭവിച്ചത്? ഈ ആഴ്ചകൾ നീണ്ട യുദ്ധത്തിനുള്ളിൽ ഇറാനകത്തും ഇസ്രായേലിനകത്തും ഇപ്പോൾ എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇറാനിൽ യുഎസും ഇസ്രായേലും യുദ്ധം തുടങ്ങി ഒരു മാസമാകാൻ പോകുന്നു. ഓരോ ദിവസവും 100ഓളം കേന്ദ്രങ്ങളെന്ന തോതിൽ ബോംബിന്റെ പെരുമഴക്കാലത്തിലാണ് ഇറാൻ. ഓരോ മഴ തോരുമ്പോഴും ശത്രുക്കളുടെ ഉള്ളിലുയരുന്ന ഒരു ചോദ്യമുണ്ട്: ഇറാന്റെ കയ്യിൽ ഇനി എന്ത് ബാക്കിയുണ്ടാകും? അതിന്റെ അടിസ്ഥാനത്തിൽ മനക്കണക്ക് കൂട്ടി ട്രംപും നെതന്യാഹുവും കണക്കുകൾ പറയും. പിന്നാലെ ഇസ്രായേലിലേക്കും US പിന്തുണയുള്ള കക്ഷികളുടെ താവളങ്ങളിലേക്കും ഇറാന്റെ മിസൈലുകളെത്തും. ശരിക്കും ഒരു മാസത്തോളം നീണ്ട ഈ യുദ്ധത്തിൽ ഇറാന്റെ മിസൈൽ സിറ്റികൾക്ക് എന്തു സംഭവിച്ചു? അത് പറയുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ആ കണക്കിലേക്ക് പോകും മുമ്പ് യുദ്ധം ഇറാനിൽ സൃഷ്ടിച്ച ചില വിഷയങ്ങളുണ്ട്. രാജ്യത്തുണ്ടായിരുന്ന ആഭ്യന്തര പ്രക്ഷോഭം ഏറെക്കുറെ കുറഞ്ഞ മട്ടാണ്. യുദ്ധം വന്നപ്പോൾ ഭൂരിഭാഗവും ഭരണകൂടത്തിനൊപ്പം നിന്നു. എങ്കിലും മൊസാദിനൊപ്പം ചേർന്ന് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരും ഇപ്പോഴും കുറവല്ല. സൈനിക നേതാക്കളിൽ ചിലരെ വധിച്ചു കഴിഞ്ഞു. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന്റെ ഡിവൈസുകൾ വരെ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ മറികടക്കാൻ മൊസാദ് ഇറാനിലെത്തിച്ചു. അതുവഴി വിവരം ചോർത്തിയവരിൽ ചിലരെ ഇറാൻ പിടികൂടിയിട്ടുമുണ്ട്. ഇപ്പോൾ ഇതിനെല്ലാം പുറമെ കൂട്ടമായി ആയുധങ്ങൾ ഇറാനിലെത്തിയിട്ടുണ്ട്. എയർ ഡ്രോപ്പ് വഴി ഇസ്രായേലാണ് ആയുധങ്ങൾ എത്തിക്കുന്നത്. അതുവഴി പരിശീലിപ്പിച്ച സംഘങ്ങൾ സൈനിക കേന്ദ്രങ്ങളും ചെക്ക് പോസ്റ്റുകളും ആക്രമിക്കുന്നുമുണ്ട്. ഇറാനിലെ IRGC കഴിഞ്ഞാൽ 4.5 ലക്ഷം അംഗങ്ങളുള്ള പാരാമിലിറ്ററി ഗ്രൂപ്പാണ് ബാസിജ്, ഇറാനിലെ മറ്റൊരു സുരക്ഷാ വിഭാഗം. ഇവരുടെ അംഗങ്ങളെ തിരഞ്ഞു പിടിച്ചു വധിക്കുന്നത് മൊസാദ് പിന്തുണയുള്ളവരുടെ കീഴിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ അകത്തെയും പുറത്തെയും ശത്രുക്കളെ ഒരുപോലെ നേരിടേണ്ടി വരുന്നുണ്ട് ഈ സമയത്ത് ഇറാൻ. ഭരണ അട്ടിമറിയാണ് ലക്ഷ്യമെങ്കിലും അതിലേക്ക് കാര്യങ്ങൾ നീങ്ങാത്ത വിധമാണ് IRGCയുടെയും ബാസിജിന്റെയും ഘടന. അതാണ് ഇസ്രായേലിനും US-നും വെല്ലുവിളിയാകുന്നത്. ഇനി ഇറാന്റെ മിസൈൽ സിറ്റികളിലേക്ക് വരാം. ഈ യുദ്ധം ഇറാന്റെ മിസൈൽ സിറ്റികളെ നശിപ്പിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 20 പുറത്തുവന്ന CNN ഇൻവെസ്റ്റിഗേറ്റ്സ് റിപ്പോർട്ടാണ്. ഇറാന്റെ മിസൈൽ സിറ്റികളുടെ പ്രത്യേകത അത് ഭൂരിഭാഗവും പരുക്കൻ മലനിരകളുടെ താഴെയായി നിലനിൽക്കുന്നു എന്നതാണ്. പർവ്വതനിരകൾക്കടിയിൽ മറിഞ്ഞിരിക്കുന്ന ഈ വൻതോതിലുള്ള തുരങ്ക നഗരങ്ങൾ, അവ ഇറാന്റെ മിസൈലുകളുടെയും ലോഞ്ചറുകളുടെയും ഭൂരിഭാഗവും വ്യോമാക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. തമാര ഖിബ്ലാവി CNN വേണ്ടി റിപ്പോർട്ട് ചെയ്ത ഈ അന്വേഷണം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇറാനിലെ 27 പ്രദേശങ്ങളിലായി ഭൂമിക്കടിയിലെ ബേസുകളിൽ 107 തുരങ്ക കവാടങ്ങളുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിശകലനം ചെയ്താണ് CNN റിപ്പോർട്ട്. US-ഉം ഇസ്രായേലും ഈ നഗരങ്ങളുടെ പ്രവേശന കവാടങ്ങളും വെന്റിലേഷൻ ഷാഫ്റ്റുകളും തകർക്കാൻ 30,000 പൗണ്ട് GBU-57 ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു കഴിഞ്ഞു. പക്ഷേ ഇറാൻ സൈന്യത്തെ പോലെ തന്നെ ഒരിടത്തിന് പകരം പലയിടത്തായി മിസൈൽ സിറ്റികൾ പണിതത് ഈ ബോംബാക്രമണത്തെ അതിജീവിക്കാൻ സഹായകരമാക്കി. എങ്ങനെയെന്ന് വിശദീകരിക്കാം. ഇറാന്റെ മിസൈൽ സിറ്റികൾ പർവ്വതനിരകൾക്കടിയിൽ 500 മീറ്റർ വരെ ആഴത്തിലാണ്. എന്നുവെച്ചാൽ ഭൂമിക്ക് താഴെ ഏകദേശം 50 നിലകളിലായാണ് അവ സ്ഥിതി ചെയ്യുന്നത്. ബോംബാക്രമണം മറികടക്കാൻ പാകത്തിൽ അത്ര ശക്തിയുള്ള മേൽക്കൂരകളുണ്ട്. ഇരുമ്പും സ്റ്റീലും നന്നായി ഉപയോഗിച്ചാണ് ഇവ നിർമ്മിച്ചത്. ഖുറം ഷഹർ ഉൾപ്പെടെ ആയിരക്കണക്കിന് മിസൈലുകൾ ഇവക്ക് താഴെയാണ് സംഭരിച്ചിട്ടുള്ളത്. സ്മാർട്ട് റെയിൽ സിസ്റ്റം ഉപയോഗിച്ച് മിസൈലുകൾ മിനിറ്റുകൾക്കുള്ളിൽ വ്യത്യസ്ത എക്സിറ്റ് പോയിന്റുകളിലേക്ക് മാറ്റി വിക്ഷേപിക്കാം. 12-ലധികം പ്രധാന ബേസുകൾക്ക് പുറമെ രാജ്യത്തിന്റെ എല്ലാ പ്രവിശ്യകളിലും 100 കണക്കിന് ചെറിയ ഡീസെൻട്രലൈസ്ഡ് തുരങ്കങ്ങളും ഉണ്ട്. ഇവിടെ ഇസ്രായേലും US-ഉം ചെയ്യുന്നത് വ്യോമാക്രമണമാണ്. അതായത് മുകളിലെത്തി തുരുതുരാ ബോംബിടും. അത് പതിക്കുന്നത് മിസൈൽ സിറ്റികളുടെ കവാടത്തിലാണ്.
ഇതോടെ മിസൈൽ സിറ്റികളിലേക്കുള്ള വഴിയടയും. യുഎസിന്റെ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് 100 മീറ്റർ ആഴത്തിൽ വരെ തുളഞ്ഞ് താഴേക്കെത്താൻ കഴിയും. ഇവിടെ നിന്നും സ്ഫോടനമുണ്ടാക്കും. പക്ഷേ അപ്പോഴും സംഭവിക്കുന്നത് ആ മേഖലയൊന്നാകെ അടഞ്ഞു പോവുക എന്നുള്ളതാണ്. യുഎസ് ഇസ്രായേൽ സഖ്യം ഈ 107 തുരങ്കങ്ങളിലെ 77%, അതായത് 82-ലേറെ കവാടങ്ങൾ തകർത്തു കഴിഞ്ഞു. അതിൽ എന്ത് സംഭവിച്ചു എന്നും CNN റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചത് മുതൽ യുഎസ് ഇസ്രായേൽ സഖ്യം കവാടങ്ങൾ എൻടോം ചെയ്യാൻ ശ്രമിച്ചു. എന്നുവെച്ചാൽ കല്ലറയിൽ അടക്കും പോലെ മിസൈൽ സിറ്റികളെ ഇല്ലാതാക്കാമെന്നതായിരുന്നു യുഎസിന്റെയും ഇസ്രായേലിന്റെയും പ്ലാൻ. അതവർ ചെയ്തു. പക്ഷേ ട്വിസ്റ്റ് അതുമല്ലായിരുന്നു. കാരണം ഈ മിസൈൽ സിറ്റികൾ ഇറാൻ നിർമ്മിച്ചത് ഈ ആക്രമണമെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. പ്രധാന കവാടം തകർത്താലും ഉപയോഗിക്കാൻ പുതിയ എക്സിറ്റ് പോയിന്റുകൾ ഇറാൻ മിസൈൽ സിറ്റികൾക്ക് സൃഷ്ടിച്ചിരുന്നു. അവ പുറമേ നിന്നും കാണില്ല. അത് ഇറാൻ എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ച് തുറന്നു. ഇതിനു പുറമെ ചെറിയ ഡീസെൻട്രലൈസ്ഡ് തുരങ്കങ്ങൾ ഉപയോഗിച്ചും മൊബൈൽ ലോഞ്ചറുകൾ വഴിയും മിസൈലുകൾ വിക്ഷേപിക്കുന്നത് തുടർന്നു. എന്നുവെച്ചാൽ മിസൈൽ സിറ്റികൾ ബോംബിട്ട് 48 മണിക്കൂറിനകം എക്സ്കവേറ്റർ ഉപയോഗിച്ച് പുതിയ കവാടം തുറക്കാൻ ഇറാന് സാധിക്കുന്നു. ഇങ്ങനെ എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ച് എക്സിറ്റുകൾ തുറക്കാനുള്ള സമയമാണ് മിസൈൽ ആക്രമണം കുറയുന്നതിനും കാരണമാകുന്നത്. അതായത് ഇനി വൈകിയാലും മിസൈലുകൾ വീണ്ടെടുക്കാൻ ഇറാന് സാധിക്കുമെന്ന് ചുരുക്കം. അതാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഇസ്രായേലിൽ ആക്രമണത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റിടങ്ങളിലെ പോലെ മിസൈലുകൾ കൊണ്ടുവന്ന് ലോഞ്ചറിൽ വെക്കുന്നതിന് പകരം റെഡി ടു ലോഞ്ച് വാഹനങ്ങളിലാണ് ഇറാന്റെ മിസൈൽ വിക്ഷേപണം. അതിനാൽ തന്നെ ലോഞ്ചറുകൾ ഇല്ലാതാക്കിയെന്ന് ഇസ്രായേലും യുഎസും പറയുന്നതിൽ തന്നെ അർത്ഥമില്ല. പക്ഷേ മിസൈൽ നിർമ്മാണത്തിന് സഹായിക്കുന്ന പല വ്യവസായ കേന്ദ്രങ്ങളും വ്യോമാക്രമണത്തിൽ നശിച്ചിട്ടുണ്ട് എന്നല്ല, വൻ നാശനഷ്ടം തന്നെ ഇറാനകത്ത് യുഎസും ഇസ്രായേലും സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിമാനങ്ങളും കപ്പലുകളും സൈനിക വാഹനങ്ങളും എല്ലാം തകർക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ അതുകൊണ്ട് യുദ്ധം തീരില്ല. അഞ്ഞൂറ് മീറ്റർ ആഴത്തിലെ പരുക്കൻ പാറക്കെട്ടുകൾ സാധാരണ ബോംബുകൾക്കോ ബങ്കർ ബസ്റ്ററുകൾക്കോ പോലും തകർക്കാൻ കഴിയാത്ത എത്ര ശക്തമാണ്. ഇത് ഇറാൻ പതിറ്റാണ്ടുകളായി ഈ യുദ്ധത്തിന് തയ്യാറെടുത്തതിന്റെ ഫലം കൂടിയാണ്. തെളിവാണ്. 2025-ലെ ആണവ കേന്ദ്ര ആക്രമണത്തിലും ഇതേ മോഡൽ ഫലപ്രദമായിരുന്നു എന്ന് CNN പറയുന്നു. കവാടങ്ങൾ തകർന്നിട്ടും ആഴത്തിലെ സൗകര്യങ്ങൾ സുരക്ഷിതമായി നിന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ പോലും അന്ന് ബോംബിട്ട അതേ സ്ഥലങ്ങളിൽ ഇസ്രായേലിനും യുഎസിനും വീണ്ടും വീണ്ടും ബോംബിടേണ്ടി വരുന്നത്. ഈ യുദ്ധം ഇറാന്റെ ദീർഘകാല തയ്യാറെടുപ്പിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മൊസൈക് ഡിഫൻസ് തന്ത്രം ഉപയോഗിച്ച് ഇറാൻ രാജ്യത്തെ ഓരോ പ്രവിശ്യയും ഒരു സ്വതന്ത്ര മിനി ആർമിയാക്കി മാറ്റിയിരുന്നു. കേന്ദ്രീകൃത കമാൻഡ് തകർന്നാലും ചെറു യൂണിറ്റുകൾ സ്വയം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ഇവരെ സഹായിക്കാൻ പാകത്തിൽ ഓരോ പ്രവിശ്യയിലും ഇറാൻ 2016 മുതൽ 20 വരെയുള്ള കാലത്ത് തന്നെ മിസൈൽ നഗരങ്ങളും തുരങ്കങ്ങളും വൻതോതിൽ നിർമ്മിച്ചതായാണ്. ഒറ്റക്കാര്യം ഓർത്താൽ മതി, ആലപ്പുഴ ജില്ലയുടെ വലിപ്പമുള്ള ഗസയെ 4 കൊല്ലം കൊണ്ട് തവിട് പൊടിയാക്കിയിട്ടുണ്ട് ഇസ്രായേലും യുഎസും. എന്നിട്ടും ഇപ്പോൾ നടക്കുന്ന ഗസ പുനർനിർമ്മാണ കരാറിലെ ഒരു നിബന്ധന ഹമാസ് അവരുടെ ടണലിന്റെ മാപ്പ് നൽകണം എന്നതാണ്. കരസേന കയറിയിട്ട് പോലും ഗസയിലെ കോംപ്ലക്സ് ടണൽ സിസ്റ്റം ഇസ്രായേലിന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗസയേക്കാൾ 4500 ഇരട്ടി വലിപ്പമുണ്ട് ഇറാൻ. ഇസ്രായേലിനേക്കാൾ 80 ഇരട്ടി ഭൂവിസ്തൃതി. അവിടെ കരസേന കയറാതെ മിഷൻ പൂർത്തിയാക്കാൻ പോലും ഇസ്രായേലിനോ യുഎസിനോ സാധിക്കില്ല. ഒറ്റക്കാര്യം പറഞ്ഞ് അവർക്ക് പിൻവാങ്ങാം. അത് കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തിൽ ചെയ്തതുപോലെ തന്നെയായിരിക്കും. അതായത് വർഷങ്ങൾ ഞങ്ങൾ ഇറാനെ പിറകോട്ടടിപ്പിച്ചു എന്ന് പറഞ്ഞ് യുദ്ധത്തിൽ നിന്നും തലയൂരാം. ഇനി ഇറാന്റെ സൈനിക കമാൻഡർമാരെല്ലാവരും നേതാക്കളെല്ലാവരും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടാലും ഇറാന്റെ സൈനിക അർദ്ധസൈനിക വിഭാഗം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതിനനുസരിച്ചാണ് അതിന്റെ ഘടനയും പ്രവർത്തനവും.
എയർ പവർ മാത്രം ഉപയോഗിച്ച് എല്ലാം തകർക്കാമെന്നതായിരുന്നു US-ഉം ഇസ്രായേലും കരുതിയത്. അത് തന്നെ പൂർണ്ണമായും തെറ്റായി. ഭൂമിശാസ്ത്രപരമായി ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇറാനുണ്ട്. ഹോർമൂസും ഗൾഫ് രാജ്യങ്ങളും ചുറ്റിലുള്ളതും ഇറാന് തിരിച്ചടിക്കാൻ വഴിയൊരുക്കി. എല്ലാത്തിനും പുറമെ ക്രൂഡ് ഓയിലിന്റെ മഹാസമുദ്രം നിലനിൽക്കുന്നതും ഇറാന്റെ ചുറ്റുവട്ടങ്ങളിലാണ്. കവാടങ്ങൾ 77% തകർത്തിട്ടും ഇറാൻ ഇസ്രായേലിലേക്കും ഗൾഫ് ബേസുകളിലേക്കും മിസൈലുകൾ വിക്ഷേപിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. CNN റിപ്പോർട്ടിൽ പറയുന്നത് US-നും ഇസ്രായേലിനും കവാടങ്ങൾ മാത്രം തകർക്കാൻ കഴിഞ്ഞു എന്നാണ്. ആഴത്തിലെ മിസൈൽ ശേഷി ഇപ്പോഴും ഭൂരിഭാഗവും നിലനിൽക്കുന്നു. ഇസ്രായേലിന് യുദ്ധത്തിൽ ഒരാഴ്ച മാത്രം 3 ബില്യൺ നഷ്ടവും US-ന് 20 മുതൽ 25 ബില്യൺ വരെ ചിലവും ഉണ്ട്. ഇറാന്റെ പ്രഹരശേഷിയും ഡീസെൻട്രലൈസ്ഡ് മിസൈൽ സെറ്റുകളും US ഗണ്യമായി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. പതിറ്റാണ്ടുകളായി ഇറാൻ ഈ യുദ്ധത്തിന് തയ്യാറെടുത്തതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഭൂമികൾക്കടിയിലെ സാമ്രാജ്യം ഇപ്പോഴും തകരാതെ നിൽക്കുന്നത്. യുദ്ധം നീണ്ടാൽ ഇറാന്റെ ഈ മികച്ച മുന്നൊരുക്കം കൂടുതൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. യുദ്ധം ഏതൊരു രാജ്യത്തിനും സാമ്പത്തികമായി തിരിച്ചടിയാണ്. ഇറാനും. ഇത് മറികടക്കാൻ ഇറാൻ പണം വാങ്ങി നിലവിൽ കപ്പലുകളെ ഹോർമൂസ് വഴി പോകാൻ അനുവദിക്കുന്നുണ്ട്. ഇതിനു പുറമെ റഷ്യയുടെ മികച്ച സഹായവും മുതൽക്കൂട്ടായി. റഷ്യക്കുമേൽ US ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം താൽക്കാലികമായി പിൻവലിച്ചതും റഷ്യക്കും ഗുണകരമായി. ഇനി ഒറ്റക്കാര്യം കൂടിയുണ്ട്. ഈ യുദ്ധത്തിലേക്ക് ഇറാന് വേണ്ടി ഹൂത്തികൾ ഇറങ്ങിയിട്ടില്ല. വിളിച്ചാൽ ഇറങ്ങും എന്നതാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് യുദ്ധം ഇപ്പോഴും പാതി വഴിയിൽ പോലും എത്തിയിട്ടില്ല. ഇറാൻ യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് 2025 മാർച്ച് 22-ന് 23 ദിനം പൂർത്തിയാവുകയാണ്. തെഹ്റാനും ഇസ്ഫഹാനും കുമ്മും ഉൾപ്പെടെ നഗരങ്ങളിലെല്ലാം തുടരെ ബോംബറുകൾ എല്ലാം തകർക്കുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധം ജയിക്കാതെ മടങ്ങിയാൽ ഇനി ഇസ്രായേലും US-ഉം അയൽ രാജ്യങ്ങളും ഏറെ പേടിക്കേണ്ടി വരും. ഇതുവരെ കണ്ട വിട്ടുവീഴ്ചക്കാരായ ഇറാനിലെ ഭരണാധികാരികൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പരമാവധി എന്തെല്ലാം ശത്രുക്കൾ ചെയ്യുമെന്നും ഇറാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭൂമിക്ക് താഴേക്ക് ഇനിയും ആഴത്തിലേക്ക് ഇറാൻ പോകുമെന്ന് ട്രംപിനറിയില്ലെങ്കിലും ഇസ്രായേലിന് നന്നായി അറിയാം. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏത് നീക്കവും ഇസ്രായേലിന്റെ അടിക്കല്ലിളക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് യുദ്ധം നിർത്താൻ അവർ കൂട്ടാക്കാത്തതും. ഈ യുദ്ധം എല്ലാ നിലക്കും പശ്ചിമേഷ്യയിലെ സമവാക്യങ്ങൾ മാറ്റുകയാണ്. റഷ്യയും ചൈനയും ഇറാനൊപ്പം പാറ പോലെ ഉറച്ചുനിന്നത് അത് തെളിയിക്കുന്നുണ്ട്. യുദ്ധാവസാനം ഇറാന്റെ ആഭ്യന്തര രംഗം എന്താകുമെന്ന് ഉറപ്പില്ല.